ഫോർട്ട് കൊച്ചിയിൽ പോലീസ് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയ പാപ്പാഞ്ഞിയെ മാറ്റില്ല എന്ന് ഗാലാഡി കൊച്ചി സംഘാടകർ. ഇന്നു രാത്രി 7 മണിക്ക് പാപ്പാഞ്ഞിയുടെ ഉദ്ഘാടനം നടത്താനാണ് സംഘാടകരുടെ തീരുമാനം. പോലീസ് ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നത് എന്നും ജനങ്ങൾ പോലീസ് നടപടികളെ ചെറുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. സഹിൻ ആന്റണിയുണ്ട്, സഹിനിലേക്ക്. കൊച്ചിയിലെ പപ്പാഞ്ഞി വിവാദം ആളിക്കത്തുകയാണ്. എന്തായാലും പപ്പാഞ്ഞിയെ മാറ്റാൻ ഗാലാഡി കൊച്ചിൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ കാണുന്നത് പോലെ തന്നെ നേരത്തെ എല്ലാം പപ്പാഞ്ഞിയെ മറച്ചിരുന്നു. ആ മറ എല്ലാം മാറ്റി പപ്പാഞ്ഞിയെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ പപ്പാഞ്ഞി ഉദ്ഘാടനം നടത്തും, ജനങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതും. ഗാലാഡി കൊച്ചിയുടെ പ്രവർത്തകരിൽ പ്രധാനിയായിട്ടുള്ള ഇവിടുത്തെ കൗൺസിലർ ബെന്നി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ്, പോലീസിനെ വലിയ രീതിയിൽ തന്നെ വെല്ലുവിളിക്കണോ? ഒരു ഘട്ടത്തിലും അങ്ങനെ ചിന്തിക്കരുത്. പോലീസും ചിന്തിക്കരുത്, പൊതുസമൂഹം ചിന്തിക്കരുത്. 18/12/2024 പോലീസിന്റെ നോട്ടീസ് ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാനാണ്. ഒരു വർഷം പുറകിലേക്ക് പോയാൽ അന്ന് പോലീസ് വന്നത് കത്തിക്കരുതെന്നാണ്. അന്ന് പോലീസ് പറഞ്ഞതും ഗവൺമെന്റ് പറഞ്ഞതും അക്ഷരാർത്ഥത്തിൽ കേട്ട ഒരു സംഘടനയാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി. എന്നാൽ ഇന്ന് പറയുന്നത് ഇവിടെ 100 മേലെ പപ്പകൾ കത്തിയെരിയുമ്പോഴും പപ്പകൾ സ്ഥാപിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഗാലാഡി ഫോർട്ട് കൊച്ചിക്ക് വേണ്ടി മാത്രം ഈ പപ്പ സ്ഥാപിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ തന്നെ 25,000-ൽ പരം ജനങ്ങൾ ഇവിടെ എത്തി ഇത് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു വെല്ലുവിളിയുമല്ല, ഒരു ധിക്കാരവുമല്ല. ഞങ്ങൾ പോലീസിൻ്റെ മറുപടി കാത്തു നിൽക്കുന്ന ഈ നിമിഷത്തിൽ പോലും പോലീസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹയർ ഓഫീഷ്യൽസിൻ്റെ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞങ്ങൾ പറയട്ടോ. പോലീസ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ACPയും ബഹുമാനപ്പെട്ട ഫോർട്ട് കൊച്ചി CI ഫൈസൽ സാറും കിരൺ സാറും എല്ലാം നമ്മളോട് ഏറ്റവും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് മുകളിൽ നിന്നുള്ളൊരു ഓർഡറാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഗാലാഡി കമ്മിറ്റി തീരുമാനിച്ചു, മുകളിൽ നിന്നുള്ളൊരു ഓർഡർ ആണെങ്കിൽ അവരതായിട്ട് വരട്ടെ. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പൊതുവായി സമൂഹത്തിന് വേണ്ടി ഈ പപ്പയെ ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പപ്പാഞ്ഞി തുറന്നു കൊടുക്കുന്നു. പപ്പാഞ്ഞിയെ കാണാനും ഒപ്പം തന്നെ അവരുടെ സന്തോഷവും ആഹ്ലാദവും എല്ലാം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പപ്പാഞ്ഞിയെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കൊച്ചിയിൽ ഒരു പപ്പാഞ്ഞി മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഭരണകൂടം എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരികൾ എത്തുമ്പോൾ അതിനെ വലിയ രീതിയിൽ തന്നെ ചെറുക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, സാധാരണക്കാരൻ്റെ സന്തോഷമാണ് ഈ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത്. കാരണം ഈ ഫോർട്ട് കൊച്ചി വലിയ ഗ്രൗണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നിരവധി ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ലക്ഷങ്ങൾ വന്ന് നിറഞ്ഞ ഒരു ഗ്രൗണ്ടാണ്. ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ കൊച്ചിയിൽ ഒരു പപ്പാഞ്ഞി മാത്രമുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടേക്ക് മാത്രമായിരിക്കും ആളുകൾ തള്ളിക്കയറുക. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലുള്ള അപകട സാധ്യതകളുണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള വിവരങ്ങളുമായിരുന്നു പുറത്തു വന്നത്. അത് തടയിടുന്നതിനൊരു പരിധിവരെ ഇത്തരത്തിലൊരു പപ്പാഞ്ഞി കൂടി വരുന്നത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും അതൊന്നും അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പോലീസും സ്വീകരിച്ചിരിക്കുന്നത്.